ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ അഡലീൻസ് കഫേ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് തുന്തേന സാത്തുമേര ഹുംനവ എന്ന സീരിയലിൻ്റെ 9ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ബാക്കി 8 എപ്പിസോഡും കാണാത്തവർ ചാനലൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ 8ാമത്തെ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് കണ്ടത് രക്ഷിത്ത് നർമ്മദ ദേവിയുടെ ആശ്രമത്തിൽ വന്നിരിക്കുകയാണ്. ശാസ്ത്രിജിയുടെ അടുത്ത് സാരി കൊടുത്ത് ദേവിയുടെ അലങ്കാരത്തിനായിട്ട് സാരി കൊടുക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അതേ ആവശ്യത്തിനായിട്ട് അവൻ്റെ ചേട്ടത്തിയും വന്നിരിക്കുകയാണ്. ചേട്ടത്തി എന്ന് പറഞ്ഞ് ഇവനെ ഒന്ന് തകർക്കണം എന്നുള്ളൊരു രീതിയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ചേട്ടത്തി ശാസ്ത്രിജിയുടെ കയ്യിൽ 2 സാരി കൊടുക്കുകയാണ്. അവരുടെ കമ്പനിയുടെ ഡിസൈൻ ചെയ്ത 2 മഹേശ്വരി സിൽക്ക് കൊടുക്കുകയാണ്. അപ്പോൾ പുള്ളി അതും ശാസ്ത്രിജി അതും ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കുകയാണ്. പുള്ളി ഫൈനൽ തീരുമാനമൊന്നും പറയുന്നില്ല. അപ്പോൾ രവീണ രക്ഷിത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഹാൻഡ് ഷേക്ക് കൊടുക്കാനായിട്ട് മുന്നോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ രക്ഷിത്ത് ആദ്യം കൊടുക്കുന്നില്ല. അപ്പോൾ രക്ഷിത്തിനെ ഇപ്പോഴും ചേട്ടാന്ന് തന്നെയാണ് വിളിക്കുന്നത്. രക്ഷിത്ത് ഭയ്യാന്ന് ഇങ്ങനെ ഹിന്ദിയിൽ അങ്ങനെ തന്നെ അവർ വിളിക്കുന്നത്. സത്യത്തിൽ അനിയനാണ് എന്നാലും. അപ്പോൾ രക്ഷിത്ത് മൈൻഡ് ചെയ്യുന്നില്ല. അവന് ശാസ്ത്രിജിയോട് സംസാരിക്കുകയാണ്. അപ്പോൾ അത് കൈ കൊടുക്കുന്നില്ല. അപ്പോൾ രവീണ പറയുന്നുണ്ട്, അവർ തമ്മിലുള്ള ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിലുള്ള പ്രശ്നത്തിന് നിങ്ങളെ ഞാൻ ഇടപെടുത്തില്ല. നിങ്ങൾ എന്നെ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങളത് ബാധിക്കില്ല. പിന്നെ എന്നോട് എന്തിനാ വിരോധം കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ രക്ഷിത് പറഞ്ഞ്, നിങ്ങളങ്ങനെ ചെയ്തപ്പോൾ എനിക്കില്ലാതായത് എൻ്റെ വീട്ടുകാർക്ക് എന്നോടുള്ള വിശ്വാസമാണ്. പിന്നെ എങ്ങനെയാണ് എനിക്ക് നിങ്ങളെ പഴയതുപോലെ കാണാൻ പറ്റുന്നത് ചേട്ടത്തി എന്നിങ്ങനെ പറഞ്ഞു തിരിച്ചൊരു കുത്തുന്ന പോലെ അവനിങ്ങനെ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കുറ്റമല്ല, നിങ്ങളുടെ വീട്ടുകാരുടെ കുറ്റമാണ്. അതിലിനിയിപ്പോൾ എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല, അത് പാസ്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ റവീനയുടെ ബ്രദറാണെന്ന് തോന്നുന്നു ഇത്. അപ്പോൾ അയാൾ ഇടപെടുകയാണ്. ഇവിടെ വന്ന കാര്യം കഴിഞ്ഞിട്ട് പോകാൻ നോക്കല്ല, അതിവിടെ അടിയുണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ശാസ്ത്രിജി എടുത്ത് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ശാസ്ത്രിജി പറഞ്ഞു, എനിക്കിപ്പോൾ ഫൈനൽ ഒരു തീരുമാനം പറയാൻ പറ്റുന്നില്ല. നിങ്ങൾ 2 കൂട്ടരും ഈ ആശ്രമത്തിനാണെങ്കിലും നർമ്മദാ ദേവിക്കാണെങ്കിലും പ്രിയപ്പെട്ടവരാണ്. ഇതിൽ ശാസ്ത്രിജി കുറച്ച് പ്രിഫറൻസ് കൊടുക്കുന്നത് റവീണയുടെ കമ്പനിക്ക് തന്നെയാണെന്ന് വെച്ചാൽ അവരാണിപ്പം 4 വർഷമായിട്ട് എന്ന് വെച്ചാൽ രക്ഷിതിൻ്റെ അച്ഛൻ്റെ ഭാഗത്തിൽ അവരാണ് നർമ്മദാ ദേവിക്ക് അലങ്കാരത്തിനുള്ള സാരി എല്ലാ വർഷവും കൊടുക്കുന്നത്. അതൊരു ഇവൻ്റായിട്ട് അവരിങ്ങനെ സെറ്റ് ചെയ്യാറുണ്ട്. അവർക്കത് അവരുടെ ബിസിനസ്സിൽ നല്ല പോപ്പുലാരിറ്റി കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അടുത്ത സീനിൽ കാണിക്കുന്നത് അപരാജിതയുടെ വീടാണ്. അപ്പോൾ അവളെ റോഹിനെ കോൾ ചെയ്യുകയാണ്. വീഡിയോ കോൾ ചെയ്ത് പറയുന്നുണ്ട്, എന്താ ഇപ്പം നിൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മൾ കല്യാണം കഴിക്കണം തീരുമാനിച്ചപ്പോൾ ഈ ഡോവറിയുടെ കാര്യമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ രോഹൻ പറഞ്ഞത് ഡോവറി ഒന്നും അല്ലല്ലോ, ഇത് കല്യാണത്തിൻ്റെ ചിലവാണ്. അത് സ്വാഭാവികമായിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെയ്യുന്നത് നോർമൽ കാര്യമല്ലേ. അതിലമ്മ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? പിന്നെ ഞാൻ ഇവിടെ എന്തോരം പറഞ്ഞിട്ടാണെന്നറിയോ, പകുതി കാശെങ്കിലും നമുക്ക് കൊടുക്കാമെന്ന രീതിയിലാക്കിയത്. ഇനി ഇതിൽ കൂടുതൽ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ആരോട് പറയണം. അപ്പോൾ അവർ പറഞ്ഞു, നീ ഇപ്പം എന്താ ഇങ്ങനെ പറയുന്നത്? സ്നേഹിച്ച് നടന്ന സമയത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ രോഹൻ പറയുന്നുണ്ട്, നീ ആ ക്യാഷ് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചിട്ട് നിങ്ങളുടെ വീട്ടുകാരോട് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചിട്ട് ഒന്ന് കല്യാണം നടത്താൻ നോക്ക്. കല്യാണം കഴിഞ്ഞ് ഞാൻ മൊത്തം കാശും തിരിച്ചു തരാമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് ഇവിടെ വന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യും? കല്യാണം നടക്കാതിരുന്നാൽ ശരിയാവത്തില്ല, ചേച്ചി കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്നുള്ള രീതിയിൽ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും വിഷമമാകുന്നുണ്ട് അവളങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ അപരാജിതയുടെ ആങ്ങളെ പറയുന്നുണ്ട്, ഇവിടെ നിൽക്കേണ്ടടുത്ത് നിർത്താഞ്ഞിട്ടാണ്, മനുഷ്യൻ എങ്ങനെയെങ്കിലും ഒന്ന് നടത്താമെന്ന് വെച്ചപ്പോൾ അവൾ അതിനും മേലെ നമുക്ക് പണി തരാനായിട്ടാണ് വന്നത്. നിനക്ക് കല്യാണത്തിന് വന്നാൽ പോരായിരുന്നു, ഇപ്പോൾ തിലകനും ഇതിന് എൻഗേജ്മെൻറ്റിന് ഒന്നും വന്നില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അപരാജിതയ്ക്ക് വിഷമമാവാണ്. അപ്പോൾ അപരാജിതയുടെ അച്ഛൻ വഴക്കിടുവാണ്, അങ്ങനെയൊന്നും പറയരുത് മോനെ, നിൻ്റെ ചേച്ചിയല്ല അങ്ങനെ പറയുമെന്ന് പറയണം. പക്ഷേ രോഹന ദേഷ്യമായിരുന്നു വെച്ചാൽ അവനാണ് ഈ കാശ് കണ്ടെത്തേണ്ടത്, അവനല്ലേ കല്യാണം നടത്തേണ്ടത്. അപ്പോൾ പറയുകയാണ്, ഈ കല്യാണം നടന്നില്ലെങ്കിൽ എന്നെ ആരും ജീവനോടെ കാണത്തില്ല, എനിക്കെന്തായാലും അവനില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമോ. അപ്പോൾ അവിനാശ് പറയണം, നിനക്കിപ്പോൾ സമാധാനമായില്ലേ, നിനക്ക് നിൻ്റെ ജീവിതം നോക്കി നടന്നാൽ പോരെ, എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടുന്നതെന്ന് പറയണം. അപ്പോൾ അപരാജിത പറയണം, നമ്മുടെ വീട്ടുകാരെ അപമാനിച്ചു, പിന്നെ നമ്മുടെ അനിയത്തിക്ക് അവർ വിലയിടുകയാണ്, നിങ്ങളെന്താ അത് മനസ്സിലാക്കാത്തതെന്ന് പറഞ്ഞപ്പോൾ അപരാജിതയുടെ അമ്മ പറയുകയാണ്, അവർ വിലയിട്ടൊന്നുമല്ല, അവർ പറഞ്ഞ ന്യായമാണ്. പക്ഷേ അവർ ഈ ഇത്ര റേറ്റ് കൂട്ടി അല്ലെങ്കിൽ ഈ എമൗണ്ട് കൂട്ടി പറയാൻ കാര്യം നീയാണ്, അവർക്ക് എങ്ങനെയെങ്കിലും ഇത് മുടക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ പറയുന്നതെന്നൊക്കെ അപരാജിതയൊക്കെ വഴക്കിടുകയാണ്. നിൻ്റെ വീട്ടിലെ നിൻ്റെ ഭർത്താവിൻ്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞ്, ഇങ്ങനെ കാശിൻ്റെ ഇതിലല്ലല്ലോ ഒരു കല്യാണം നടക്കേണ്ടത്, 2 പേരുടെ സ്നേഹത്തിലല്ലേ, 2 കുടുംബത്തിൻ്റെ സ്നേഹത്തിലില്ലെന്നൊക്കെ പറയുമ്പോൾ അപരാജിതയുടെ അമ്മയും അവളുടെ ബ്രദറും കൂടെ പറയണം, നിൻ്റെ സ്വന്തം ജീവിതത്തിൽ ഇതൊന്നും കണ്ടില്ലല്ലോ,
എന്നിട്ട് അവന് കാശില്ല, അവന് നിനക്ക് ഒത്തിരി വലിയ ഗിഫ്റ്റുകൾ വാങ്ങിത്തരണമെന്ന് പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടല്ല നീ ഇവിടെ വന്ന് നിൽക്കുന്നത്. അല്ലാതെ അവനെക്കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ലല്ലോ, എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിക്കണ്ടെന്ന് ഇങ്ങനെ അവളുടെ അമ്മ പറയാം. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ്, അവൾക്ക് തീരെ അവിടെ പറ്റാതായപ്പോഴാണ് അവൾ പോകുന്നത്, വീട്ടുകാരെ വിശ്വസിച്ച് പോകുന്നത്. നിങ്ങൾ ആ കത്ത് വായിച്ചില്ലെന്ന് പിന്നെയും ചോദിക്കുവാണ്. എന്നുവെച്ചാൽ ആ കത്ത് മാറ്റിയാണ് ലളിത അയച്ചതെന്നുള്ള കാര്യം അപരാജിതയ്ക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇവർ വിചാരിക്കണം ആ കത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവരറിഞ്ഞിട്ടും ഇവർ മനസ്സിലാക്കാത്തതാണെന്ന്. സത്യത്തിൽ ലളിത ആ കത്തിൽ എഴുതിയേക്കണം ഇവർക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റുകൾ വേണം, കുറച്ച് റിച്ച് ആയിട്ടുള്ള ആളെ കല്യാണം കഴിക്കണമായിരുന്നു, ഹാൻസം ആയിട്ടുള്ള ആളെ കല്യാണം കഴിക്കണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. അവനെക്കൊണ്ട് അതൊന്നും പറ്റാത്തത് കൊണ്ടാണ് അവനെ ഇട്ടിട്ട് വന്നതെന്നാണ് ലളിത് ഇവളുടെ പേരിൽ ഇങ്ങോട്ട് എഴുതിയച്ച കത്തിൽ ഉള്ളത്. അതാണ് എല്ലാവർക്കും ഉള്ളൊരു ദേഷ്യം. അപ്പോൾ ഇത് അപരാജിതയുടെ അമ്മായി പറയാണ്, ഇതിനെല്ലാത്തിനും കാരണം നിൻ്റെ അമ്മയാണെന്ന് അപരാജിതയൊക്കെ പറയണം. അപ്പോൾ അപരാജിതയുടെ അമ്മ വിചാരിക്കും ഞാൻ എന്ത് ചെയ്തു എന്നുള്ള രീതിയിൽ പറയാണ്. ഈ അപ്പൂൻ്റെ അമ്മ ഒരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു നർമ്മദാദേവിക്ക്. അത് അവിടെ ചെന്നിട്ടൊരു വഴിപാട് നടത്താമെന്ന്. ആ വഴിപാട് എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞാലും മനസ്സിലാവില്ല, അടുത്ത എപ്പിസോഡിൽ അത് കാണിക്കും. അപ്പം ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ അതിങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അവിടെ ഇങ്ങനെ ഒരു വഴിപാട് നേർന്നിട്ടുണ്ടായിരുന്നു, ആരും ഒന്ന് നല്ലൊരു ചെക്കനെ കിട്ടിയാൽ അത് നടത്താം എന്നുള്ള രീതിയിൽ നേർന്നിട്ടുണ്ടായിരുന്നു. അത് നടത്താഞ്ഞിട്ടാണ് ഞാൻ അർത്ഥങ്ങളൊക്കെ പറ്റണതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും കൺവിൻസ് ചെയ്യണം, നിങ്ങൾ അവിടെ നിന്ന് പോയിട്ട് വാ, അവിടെ പോയി ആ വഴിപാടൊന്ന് നടത്തുക, എല്ലാവരും കൂടെ പോയി, അപ്പോൾ എല്ലാം ശരിയാകും എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇരിക്കുവാണ്. അടുത്ത സീനിൽ കാണിക്കുന്ന നർമ്മദാദേവിയുടെ ആശ്രമത്തിൽ രക്ഷിതും ചേട്ടത്തിയും കൂടെ നിൽക്കുന്നതാണ്. അപ്പോൾ ശാസ്ത്രിജി പറയുവാണ്, ഇത് നമ്മൾ ജസ്റ്റ് ഒരു തൊഴിലായിട്ടോ കാശിനായിട്ടോ മഹേശ്വരി സിൽക്ക് ഉണ്ടാക്കുന്നൊരു രീതിയല്ല. അതിനെ ആത്മാവായിട്ട് കാണുന്ന ഒരാളത് നെയ്തെടുക്കുമ്പോഴാണ് അതിന് പൂർണ്ണത കിട്ടുന്നത്. എല്ലാവരും കാശിനായിട്ടും ജീവിതമാർഗമായിട്ടും സാരനെയ്ത്തിനെ കാണുമ്പോൾ അതൊരു ആത്മാവായിട്ട് കാണുന്ന, ജീവനായിട്ട് കാണുന്ന ഒരാൾക്ക് ഏറ്റവും നല്ല മഹേശ്വരി സിൽക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് ഇങ്ങനെ പറയണം. അപ്പോൾ അപരാജിത അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇത് കേൾക്കുന്നുണ്ടെന്ന് വെച്ചാൽ രക്ഷിത് ഇത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ശാസ്ത്രിജി പറയാണ്, ഇത് അവസാനമായി അങ്ങനെ ചെയ്ത് ഒരാളെ എനിക്കറിയാവുള്ളൂ, അത് രക്ഷിതിൻ്റെ അച്ഛനാണ്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ അത്രയും ഡെഡിക്കേഷനോടെ ആരും അത് ചെയ്തിട്ടില്ല. അപ്പോൾ അത് പറയുമ്പോൾ രവീണയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് അപ്പുവാണെങ്കിൽ അവർ ചെയ്യണ വഴിപാടിനായിട്ട് ഒരു സാരി വേണം. അപ്പോൾ അവൾ ആ സാരി നോക്കുകയാണ്, ദേവിനെ അലങ്കരിക്കാനുള്ളൊരു സാരി വേണം. അപ്പോൾ അവൾ നോക്കുമ്പോൾ അവൾ അവസാനമായിട്ട് നെയ്ത സാരി, അവൾ 4 വർഷം മുന്നേ അവസാനമായിട്ട് നെയ്ത സാരി അവൾ നോക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് രക്ഷിത് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ അച്ഛൻ 4 വർഷം മുന്നേ അവസാനമായിട്ട് നെയ്ത സാരിയാണ് രക്ഷിത് കൊണ്ടുവന്നത്. അപ്പോൾ രണ്ടുപേർക്കും ഒരു ഇമോഷണലി കണക്ഷനുണ്ട്. അപ്പോൾ ശാസ്ത്രിജി പറയാണ്, ഇത് എനിക്ക് ഫൈനലൈസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു ഡിസൈൻ എനിക്ക് കാണണം എന്ന് വെച്ചാൽ മഹേശ്വരി സിൽക്കായിട്ടും അത് നർമ്മദാ ദേവിയായിട്ടും മധ്യപ്രദേശിൻ്റെ ജീവനായിട്ടും ഒക്കെ തോന്നുന്ന രീതിയിലൊരു ഡിസൈൻ ഞാൻ എപ്പോൾ കാണുന്നു ആ ഡിസൈൻ സാരി ആയിരിക്കും, ആ മഹേശ്വരി സിൽക്കായിരിക്കും ദേവീനെ അലങ്കരിക്കാൻ ഈ വർഷം ഉപയോഗിക്കുന്നത്. അതൊരു റിച്വലാണ് അവർക്ക് അങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും അത് സമ്മതിക്കുകയാണ്. അപ്പോൾ ശാസ്ത്രിജി പറയാണ്, നിങ്ങൾ തമ്മിൽ ഇതൊരു കോമ്പറ്റീഷനായിട്ട് വെക്കാതെ നല്ലൊരു കലാകാരനെ കണ്ടെത്താനുള്ള ഒരു അവസരമായിട്ട് നിങ്ങളിതിനെ ഉപയോഗിക്കണം. ഏറ്റവും നല്ല നെയ്ത്തുകാരന് എവിടെയാണോ ഉള്ളത്, ഏറ്റവും ഇതിനെ ഡെഡിക്കേറ്റഡോടെ ചെയ്യാൻ ആരാണോ ഉള്ളത്, അങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് രണ്ടുപേർക്ക് അതിനുള്ള സമയമുണ്ട്. എന്നിട്ട് നിങ്ങൾ ഡിസൈൻ കൊണ്ടുപോകാം. എന്നിട്ട് ഞാൻ തീരുമാനിക്കാം ആരുടെ സാരി ഈ വർഷം അലങ്കരിക്കണമെന്ന്, ദേവി ആരെയാണ് കടാക്ഷിക്കണമെന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ ശാസ്ത്രിജി ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഈ രവീണയുടെ ബ്രദറാവാം, അയാളിങ്ങനെ ഒരു ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അയാളിങ്ങനെ പറയുന്നുണ്ട്, നിന്നെക്കൊണ്ട് ഒന്നും നടക്കത്തില്ല, അച്ഛന് മരുന്ന് വാങ്ങാനുള്ള കാര്യങ്ങൾ നോക്ക്, ഏതെങ്കിലും ഒരു ഓരത്ത് ചെറിയൊരു സാരി ബിസിനസ്സായിട്ട് അങ്ങ് നടന്നു പോയിക്കോ, അല്ലാതെ നിന്നെക്കൊണ്ടൊന്നും ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ രക്ഷിത് പറയാണ്, അങ്ങനെയൊന്നും പറയാൻ നിൽക്കണ്ട, നിങ്ങളിപ്പോൾ റീസെൻ്റായിട്ട് വന്ന ആൾക്കാരാണ്. എൻ്റെ അച്ഛനെന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ഇതിനോട് ഇഷ്ടവും ഡെഡിക്കേഷനുമായിട്ട് ജീവൻ തന്നെ അതിൽ പറഞ്ഞു കൊണ്ടു നടക്കുന്ന ആളാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹവും പുള്ളിയുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു അവസരം തന്നെ കിട്ടിയത്. അത് ഞങ്ങൾ എന്തായാലും മാക്സിമം യൂസ് ചെയ്യും. ഒരിക്കലും നിങ്ങളെ പോലെ ഒരു ചീത്ത സ്വഭാവമുള്ള അല്ലെങ്കിൽ ഒരു ദുഷിച്ച മനസ്സുള്ള ഒരാളുടെ കീഴിലുള്ള കമ്പനിയിൽ നിന്ന് വരുന്ന സാരിക്ക് ഇപ്രാവശ്യം ദേവിക്ക് കൊടുക്കേണ്ട അവസ്ഥ വരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഇൻസൾട്ട് ചെയ്യുക. അപ്പോൾ ഈ സമയത്ത്
അവളുടെ രവീണയുടെ ആങ്ങളെ ഇങ്ങനെ പേടിപ്പിക്കണുണ്ട്, ദേ വല്ലിയെന്നും പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ അവൻ അവിടെ അടിച്ച് വീണ് ചാണകത്തിൽ വീഴാണ്. അപ്പോൾ എല്ലാവരും ഇവൻ ഇത്ര ഭയങ്കരമായിട്ട് വെല്ലുവിളിയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചാണകത്തിൽ വീഴുന്ന കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ അറയ്ക്കുകയാണ്. അപ്പോൾ രക്ഷിത് പറയണുണ്ട്, നിങ്ങൾക്ക് കാശ് കൊടുത്ത് നെയ്ത്തുകാരെ വാങ്ങാൻ പറ്റുമായിരിക്കും, നല്ല ഡിസൈൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. ഈ പറഞ്ഞ പോലെ അതിനെ പ്രൊഫഷണലായിട്ട് കാണാതെ ഒരു പാഷനായിട്ട് കാണുന്ന എത്രയോ പേരുണ്ടാവും. അവരെയാണ് എനിക്ക് വേണ്ടത്. ഞാൻ അങ്ങനെയുള്ള ഒരാളെ കണ്ടെത്തും. എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം ഞാൻ നടത്തുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരാൾ ഞാൻ എത്രയും വേഗം കണ്ടുപിടിക്കുമെന്ന് രക്ഷിത് പറയുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്ന അപരാജിതയുടെ വീടാണ്. അപ്പോൾ ഇവർ ഈ റിച്വലിനായിട്ട് നർമ്മദ നദിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. അവ അമ്പലത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ടൊരു സാരി വേണം. അപ്പോൾ അപരാജിത പറയുകയാണ്, ഞാൻ അവസാനമായിട്ട് നെയ്ത സാരിയാണ്, എൻ്റെ എല്ലാ എഫേർട്ടും കഴിവും ഞാൻ അവസാനമായിട്ട് യൂസ് ചെയ്ത് ഇതിനാണെന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ അവിനാശ് പറയണം, എന്നാൽ പിന്നെ ഇതിൻ്റെ അടുത്തോണ്ട് വന്നത് അലമാരി തന്നെ കൂട്ടി വെച്ചുകൂടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അവനിങ്ങനെ ദേഷ്യപ്പെടുന്നതായിരിക്കും. അപ്പോൾ അപ്പൂൻ്റെ അമ്മ പറയണം, അതൊന്നും വേണ്ട, ഈ കാര്യത്തിന് ഈ സാരി തന്നെയാണ് ഏറ്റവും നല്ലത്, അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിൽ നമ്മുടെ കുടുംബത്തെയും തന്നെ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാ നല്ലത്. അമ്മ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ലതിന് വേണ്ടിയിട്ടാണ്, ക്ഷമിക്കാന്നൊക്കെ പറയുക. അപ്പം അച്ഛന് സന്തോഷമായി, നമുക്ക് എന്തായാലും ചടങ്ങിനെ പോയി നടത്താം, ഇനി അതിൻ്റെ ഒരു കുറവ് വേണ്ട, എല്ലാം ശരിയാകും, ആരുടെ കല്യാണം ഭംഗിയായിട്ട് നടക്കും, അവളുടെ അമ്മയുടെ മനസ്സൊക്കെ മാറുമെന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ അതിന് പോകാനായിട്ട് തയ്യാറാകുക. അപ്പോൾ അപരാജിതയുടെ ബ്രദർ ചോദിക്കുന്നുണ്ട്, ഇപ്പം എങ്ങനെയാണ് പോകുന്നത്, ഇപ്പം എല്ലാവരും കൂടെ പോകണോ, ഞാനും ആരും അല്ലെങ്കിൽ ഞാനും അച്ഛനും കൂടെ പോയാൽ പോലെ എന്ന് പറയുമ്പോൾ അമ്മായി പറയണില്ല, എല്ലാവരും പോകണം, എല്ലാവരും ഒരുമിച്ച് പോകണമെന്ന് പറയുന്നു. പിന്നെ കാണിക്കുന്ന രക്ഷിത്തിൻ്റെ വീട്ടിലാണ്. രക്ഷിത്ത് ഉണ്ടായ കാര്യങ്ങളൊക്കെ അമ്മയടുത്ത് പറയുകയാണ്. അപ്പോൾ അമ്മ പറയുകയാണ്, ആ കാര്യത്തിൽ നീ വിഷമിക്കണ്ട, നിൻ്റെ അച്ഛൻ്റെ കീഴിൽ വർക്ക് ചെയ്തവരൊക്കെ ഇപ്പോഴും ഉണ്ട്, അവർക്കൊക്കെ ഇപ്പോഴും ഓരോ തറികളുണ്ടാവും, അപ്പം നമുക്ക് അവിടെയൊക്കെ പോയി അന്വേഷിക്കാം, നീ വിഷമിക്കണ്ട എന്ന് പറയുകയാണ്. എല്ലാം കണ്ട് മുകളിലൊരാളുണ്ടെന്ന് ഇങ്ങനെ പറയുകയാണ്. അമ്മ ദൈവത്തിനെയാണ് പറഞ്ഞത്. രക്ഷിത്ത് അതിങ്ങനെ കളിയാക്കുകയാണ്. ഇക്കാര്യത്തിൽ ദൈവത്തിനെ മാത്രം കൂട്ടുപിടിച്ചാൽ പോരാ, കലാകാരന്മാരെ കിട്ടണമെന്ന് പറയുക. അപ്പോൾ ഈ സമയത്ത് രക്ഷിത്തിൻ്റെ അച്ഛൻ പറയാണ്, ഈ ഇപ്പോൾ അപ്പൂൻ്റെ വീട്ടിൽ പറഞ്ഞ സെയിം റിച്വൽ നീയും പോയൊന്ന് ചെയ്യ്, നമുക്കെല്ലാവർക്കും കൂടെ പോകാം, നർമ്മദാ തീരത്തേക്ക് നമുക്കും പോകാമെന്ന് പറഞ്ഞ് അവൻ്റെ അച്ഛൻ നെയ്ത സാരി ആണ് അച്ഛൻ എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, ഈ സാരി കൊണ്ട് വേണം നമുക്ക് റിച്വൽ ചെയ്യാൻ, ഇതിൽ ഞാൻ എൻ്റെ എല്ലാ കഴിവും ഉപയോഗിച്ചിട്ടുള്ളൊരു സാരിയാണ്, ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങനൊന്നും ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, ഇത് നമുക്ക് വരുന്ന മരുമോൾക്ക് കൊടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം, പക്ഷേ ഇനിയിപ്പം അതിൻ്റെ അല്ലല്ലോ, നമുക്ക് ഇങ്ങനെ ഒരു ചടങ്ങിനിപ്പോൾ ഉപയോഗിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ സാരി കൊടുക്കണം. അപ്പോൾ അപ്പവും ഇവർ പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഉള്ള എപ്പിസോഡിലാണ് ഇവരുടെ അടുത്ത മീറ്റുകളൊക്കെ ഒത്തിരി വരുന്നത്. അപ്പോൾ രക്ഷത്തിന് സന്തോഷമായി, അച്ഛൻ അങ്ങനത്തെ കാര്യങ്ങളെങ്കിലും ഓർമ്മയുണ്ടല്ലോ എന്നോർത്തിട്ട് രക്ഷത്ത് വളരെ ഹാപ്പിയാകാണ്, നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം, അച്ഛനും ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, നമുക്ക് പോയി അത് നടത്താം എന്നവർ പറയുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്ന അപ്പൂൻ്റെ വീടാണ്. ഇവർ പോകാനായിട്ട് തയ്യാറെടുക്കണം. അമ്പലം കുറച്ച് ദൂരെയാണ്. അപ്പോൾ അവർ എല്ലാവരും കൂടെ കാറിൽ പോകുന്നുണ്ട്. രശ്മിയും കൂടെ വരുന്നുണ്ട്, അപ്പൂൻ്റെ ഫ്രണ്ട്. അപ്പോൾ എല്ലാവരും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നു, വണ്ടിയിൽ കയറാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ അമ്മായിടുത്ത് അപ്പു പറയുന്നുണ്ട്, മരുന്നൊക്കെ സമയത്തിന് കഴിക്കണം, ഞങ്ങൾ വേഗം പോയി വരാം, BP ഒന്നും കൂട്ടാൻ നോക്കരുതെന്ന് പറയണം. അപ്പോൾ ഈ നമ്മളിങ്ങനെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അടുത്തുള്ളവരിങ്ങനെ നേർച്ചയ്ക്ക് കാശ് തന്ന് വിടുന്ന പോലെ ഒരു റിച്വലാണ്. അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ തേങ്ങയോ അല്ലെങ്കിൽ എന്തെങ്കിലും പട്ടോ ഒക്കെ ഇങ്ങനെ കൊടുത്തു വിടും. അപ്പോൾ അവരുടെ വീടിനടുത്തുള്ളവർ ഇത് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നേർച്ചയാണെന്നും പറഞ്ഞ് അവർക്ക് തേങ്ങയൊക്കെ ഇങ്ങനെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവർ പറയണം, അപ്പോൾ എന്തായാലും അമ്പലത്തിൽ പോവല്ലേ, ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കും, നിനക്ക് അതിൻ്റെ ആവശ്യമല്ലേ എന്ന് പറയുമ്പോൾ അപ്പൂൻ്റെ മുഖം ആകെ വാടുകയാണ്. അപ്പോൾ അവളതിനെ പറ്റിയിട്ടൊന്നും ആലോചിച്ചിട്ടില്ല, അവൾക്ക് ഇങ്ങനെയെങ്കിലും ആ ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോരണമെന്നാണ്. അപ്പോൾ അമ്മായിടുത്ത് പറഞ്ഞിട്ട് എന്നാൽ ഞങ്ങൾ പോവുകയാണെന്ന് പറയുന്നിടത്ത് വെച്ചിട്ട് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക, ബാക്കി വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. താങ്ക് യു.